വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം. പക്ഷേ ബാലചന്ദ്രൻ്റെ കുടുംബക്കാർക്ക് രേവതിയുടെ സമ്പത്തിലായിരുന്നു കണ്ണ്. അവർ പതിയെ പതിയെ സ്വത്ത് വിവരങ്ങളുടെ കണക്കുകൾ ചോദിച്ചു തുടങ്ങി. അച്ഛൻ ഏക്കർ കണക്കിന് സ്ഥലവും ടൗണിലും നാട്ടിലുമുള്ള കെട്ടിടങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാം വിവാഹശേഷം എൻ്റെ പേർക്ക് എഴുതി. ഇത് താൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അതവർക്ക് അറിയാമായിരുന്നു. എണ്ണമില്ലാത്ത സ്വത്തുക്കൾ രേവതിയുടെ പേരിൽ ഉണ്ടെന്ന് കണ്ടിട്ടാണ് അവർ വിവാഹത്തിന് സമ്മതിച്ചത്. അത് രേവതിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ രേവതി പ്രതികരിച്ചില്ല. ബാലചന്ദ്രൻ്റെ അമ്മ സാധുവായ ഒരു സ്ത്രീയായിരുന്നു. സുധ എന്നായിരുന്നു അവരുടെ പേര്. ഒരമ്മയെപ്പോലെയാണ് തന്നോട് പെരുമാറിയിരുന്നത്. പക്ഷേ വലിയച്ഛൻ രാജശേഖരനും ബാലചന്ദ്രൻ്റെ അച്ഛൻ മുരളീധരനും സ്വത്തിലായിരുന്നു കണ്ണ്. മാളിക വീട് എന്തിനാണിങ്ങനെ ഇട്ടിരിക്കുന്നത്? ആളും പേരുമില്ലാതെ രേവതിയുടെ അച്ഛൻ മാത്രമല്ലേ അവിടെയുള്ളൂ. അയാൾക്ക് താമസിക്കാൻ ആ പത്തായപ്പുര പോരെ? മാളിക വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ നല്ലൊരു തുക മേടിച്ചെടുക്കാം. അതിന് പറ്റിയ ഏരിയ ഉണ്ട്. ഇതെല്ലാം കേട്ട് മുരളീധരൻ ചോദിച്ചു, രേവതിക്കൊന്ന് പറഞ്ഞുകൂടെ ഇതൊക്കെ അച്ഛനോട്? രേവതി ഒരു നിമിഷം അമ്പരന്ന് പോയി. ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൾ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് ഇടയ്ക്ക് പോയി തങ്ങാം. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവില്ലല്ലോ. പെട്ടെന്നൊരാട്ട് കേട്ട് രേവതി തിരിഞ്ഞു നോക്കി. രാജശേഖരൻ കാരണവരുടെയായിരുന്നു ആ ആട്ട്. കയറിപ്പോടിയകത്ത്. കാരണവരുടെ കൽപ്പന ഇന്ന് മുതൽ നീ പഠിക്കണ്ട, ഒരിടത്തും പോകണ്ട, എല്ലാം മതിയാക്കിക്കോ. രേവതി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അതുപോലത്തെ വാക്കുകൾ കേൾക്കുന്നത്. അവൾക്കത് സഹിക്കാൻ സാധിച്ചില്ല. കാരണം അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മളെ ചവിട്ടി അരയ്ക്കും. അതാരായാലും. ഞാൻ ഇനിയും പഠിക്കാൻ പോകും. ആരുടെയും ദാസിയായി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അച്ഛനോടൊപ്പം ഇന്നു മുതൽ ഞാൻ താമസിക്കുവാൻ തീരുമാനിച്ചു. ഞാനല്ലാതെ ആരും അച്ഛനെ നോക്കാനില്ല എന്ന് പറഞ്ഞ് അകത്ത് പോയി അത്യാവശ്യ സാധനങ്ങൾ എടുത്തിറങ്ങി വന്ന് ബാലചന്ദ്രനോട് പറഞ്ഞു, എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വരാം. ഇനി ഇങ്ങോട്ടേക്ക് ഞാനില്ല. ഇവിടെ മനുഷ്യരായി ഞാൻ കാണുന്നത് അമ്മയെ മാത്രമാണ്. കാരണവരുടെ കൽപ്പന. നിൽക്കടി അവിടെ. അയാൾ അലറി. എൻ്റെ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ ഇവിടെ നിന്നിറങ്ങിയാൽ ഇനി ഇവിടെ നിനക്ക് സ്ഥാനമില്ല. മുരളീധരൻ്റെ വാക്കുകളായിരുന്നു അടുത്തത്. എൻ്റെ മകനും നിന്നെ വേണ്ടെന്ന് വയ്ക്കും. അവൾ അത് കേട്ടതായി ഭാവിക്കാതെ ആ പടിയിറങ്ങി എന്നേക്കുമായി. തനിക്ക് വേണ്ടി മാത്രം ജീവിതകാലം മുഴുവൻ ജീവിച്ച തൻ്റെ അച്ഛനെ തള്ളിപ്പറഞ്ഞ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കാൻ അവർ തയ്യാറല്ലായിരുന്നു.